രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള, അതായത് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് 23-ാമത്തെ അധ്യായമാണ്. 5-ാമത്തെയും 6-ാമത്തെയും ശ്ലോകമാണ്. 127-ാമത്തെ എപ്പിസോഡാണ്. പ്ലേലിസ്റ്റ് എടുത്താൽ ഇതിനു മുമ്പുള്ളത് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ പ്രാണനായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ സീരിയലായി അവതരിപ്പിക്കുകയാണ്. നിങ്ങളത് കേൾക്കുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യലഹരിയുടെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ താമസിക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അത് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടത് ക്ഷേത്രങ്ങളുണ്ട്. കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ്റെ ജീവിതകഥയുണ്ട്. രാധികാ കവചം 2 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. പിന്നെ രാധാറാണിയുടെ അതിനിഗൂഢമായ രാധാ മാനസ തന്ത്രമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേൾക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ അഷ്ടപതി പാടിത്തരുന്നത് പതിവ് പോലെ നളിനിയാണ്. നളിനി ഇപ്പം നിങ്ങൾക്ക് തികച്ചും പരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്കൂൾ അധ്യാപികയാണ് നളിനി. നളിനി വളരെ ആത്മാർത്ഥമായി വളരെ മനോഹരമായി
ഹൃദയത്തിൽ തട്ടി അത് പാടിയിരിക്കുന്നു, കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാനത് പഠിപ്പിക്കുന്നതായിരിക്കും. അധര സുധാരസ ഉപനയ ഭാമിനി ജീവയമൃതമിവ ദാസം. അധര സുധാരസ ഉപനയ ഭാമിനി ജീവമൃതമിവ ദാസം. ത്വയി വിനിഹിത മനസം വിരഹാനല ദഗ്ധവ പുഷമവിലാസം. ക്ഷണമധുനാ നാരായണം അനുഗതമനുഭജ രാധേ. അനുഗതമനുഭജ രാധേ. അപ്പോൾ നമ്മുടെ നളിനി അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. അധരസുധാരസ മുപനയ ഭാമിനി ജീവയമൃതമിവ ദാസം. ത്വയി വിനിഹിത മനസം വിരഹാനലദഗ്ധവ ഭൂഷമവിലാസം. ക്ഷണമധുനാ നാരായണം അനുഗതമനുപചരാതേ. അധരം അർത്ഥമെഴുത് ചുണ്ട്, അധരം ചുണ്ട്. സമുപനയ അർത്ഥം നൽകുക അല്ലെങ്കിൽ വിളമ്പുക. ഭാമിനി, ഭാമിനി ചൈതന്യമുള്ള സ്ത്രീ, ചൈതന്യമുള്ള സ്ത്രീ, അതായത് പ്രണയിനി എന്നും അർത്ഥം പറയാം. ഭാമിനിക്ക് പ്രണയിനി. ജീവയ അർത്ഥം ഉണരുക, പിന്നെ ഊർജ്ജസ്വലമാവുക. രണ്ടർത്ഥമുണ്ട്, ഉണരുക, ഊർജ്ജസ്വലമാവുക. മൃതം, മൃതം എന്ന് പറഞ്ഞാൽ മരിച്ച എന്നാണ് അർത്ഥം. മൃതം മരിച്ച എന്നർത്ഥം. ഇവ അതുപോലെ, ദാസം അടിമ, ത്വയി നിന്നിൽ, വിനിഹിത മനസം നിന്നെ മാത്രം ഓർക്കുന്ന മനസ്സും, വിരഹം വേർപാട്, അനല അർത്ഥം തീ, ദഗ്ധ പൊള്ളലേറ്റ, വപുഷം അർത്ഥം ശരീരം. അതായത് അല്ലയോ സുന്ദരിയായ രാധേ, നിന്റെ അധരം ഊറിക്കുടിക്കാൻ എന്നെ അനുവദിക്കൂ. എപ്പോഴും നിന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. വിരഹത്തിൻ്റെ അഗ്നിയിൽ ദഹിക്കപ്പെട്ട അതായത് വിരഹത്തിൻ്റെ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനും എങ്ങും തനിയെ പോകാൻ കഴിയാത്തവനും മൃദുപ്രായനുമായ ഈ ദാസനെ നീ ജീവിപ്പിച്ചാലും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാധേ, എനിക്ക് നിന്റെ അധരം ഊറിക്കുടിക്കണം. ഞാൻ നിന്നെ മാത്രം ചിന്തിച്ചു കഴിയുകയാണ്. അങ്ങനെ ഞാൻ നീയുമായുള്ള വേർപാടിൻ്റെ തീയിൽ ചുട്ടെരിഞ്ഞ് മരിക്കാറായി ഇരിക്കുകയാണ്. എന്നെ നീ ജീവിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇവിടെ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളെ സംബന്ധിച്ച് അതായത് നമ്മളെ ഗ്രൂപ്പിലിടുന്ന മോർണിംഗ് മെസ്സേജ് അത് നമുക്ക് വീഡിയോ ആയിട്ട് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് എന്ത് ചെയ്യുക, കാണുക. എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ അത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എപ്പോഴാണോ ഉണരുന്നത് അന്നേരം കാണുക. ഇതിനു മുമ്പ് രാധാമാധവൻ ഗ്രൂപ്പിൽ മാത്രം ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആളുകളുടെ നിർബന്ധ പ്രകാരം അത് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. ലിങ്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ അയച്ചു തരും. 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നത്, കൃഷ്ണൻ പറയുകയാണ്, രാധേ എൻ്റെ സുന്ദരി, നീ എന്നോട് നീരസം ഇങ്ങനെ എന്തിനാണ് എപ്പോഴും പ്രകടിപ്പിക്കുന്നത് രാധേ? ഞാൻ
നിന്റെ പാദത്തിലെ ഒരു അടിമ മാത്രമാണ്. ഒരു അടിമയോട് നീ എന്തിനാണ് നീരസം കാണിക്കുന്നത്? എന്നോട് കൃപ കാട്ടൂ രാധേ. നിന്റെ ഈ പരസ്പര വിരുദ്ധമായ സ്വഭാവം ഉപേക്ഷിക്കൂ. ചിലപ്പം നിനക്ക് എന്നോട് സ്നേഹം, ചിലപ്പം നിനക്ക് എന്നോട് വല്ലാത്ത കോപം, അത് ഉപേക്ഷിക്കൂ രാധേ. നീ കോപം കളയൂ രാധേ. നോക്കൂ രാധേ, ഞാനിവിടെ എത്ര നേരമായി ഒറ്റയ്ക്കിരിക്കുകയാണ്, അതും നിന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പൻ രാധേ, എനിക്ക് നിന്നോടുള്ള പ്രണയം അങ്ങ് കൂടി 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 വരും. പ്രണയം കൂടുമ്പോൾ രാധേ നിനക്കറിയില്ലേ, പ്രണയത്തിനൊരു ചൂടുണ്ട്. ആ ചൂടിൽ എൻ്റെ ദേഹം ശരിക്കും അങ്ങനെ ചുട്ടു കൊള്ളാൻ തുടങ്ങുന്നു രാധേ. അങ്ങനെ കാമാഗ്നിയിൽ ഞാൻ ദഹിച്ച് 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 മൃതപ്രായനായി മരിക്കാറായി ഇരിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ എൻ്റെ പൊന്ന് രാധേ, ഇനി ഒരേ ഒരു കാര്യത്തിന് മാത്രമേ കഴിയൂ. പറയാമോ നിനക്ക് ഏതാണെന്ന്? പറയാമോ രാധേ നിനക്ക് ഏതാണെന്ന്? ഞാൻ പറയാം രാധേ, അമൃത്. മരിച്ച ഏത് മനുഷ്യനെയും ജീവിപ്പിക്കാനുള്ള സിദ്ധ ഔഷധമാണ് രാധേ അമൃത്. പക്ഷെ ഒരു കാര്യം, ആ അമൃത് ദേവന്മാർ നിന്റെ ചുണ്ടിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് രാധേ. ആ ചുണ്ടിൽ നിന്ന് അമൃതെടുക്കാൻ നീ പാടുപെടരുത്. എനിക്കത് സഹിക്കില്ല രാധേ. നീ ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. ആ ദേവന്മാർ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിന്റെ ചുണ്ടിൽ കൊണ്ടുവന്ന അമൃത് വെച്ചിരിക്കുകയാണ്. നീ അങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ നിന്റെ മുഖം എൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കും രാധേ. കോരിയെടുത്തിട്ട് എൻ്റെ ചുണ്ടുകൾ കൊണ്ട് നിന്റെ ചുണ്ടുകളിലെ അമൃതിനെ ഞാനിങ്ങനെ ഊറി 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 ഞാൻ എടുക്കും. അപ്പൊ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല രാധേ. നീ എന്നോട് പിണങ്ങിയിരുന്ന സമയത്ത് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നീ പിണങ്ങിയിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ രാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ, നീ എന്നെ അകറ്റിയപ്പോൾ ഞാനേ ജ്വാല ഇല്ലാതായി തീർന്ന ഒരു കനൽക്കട്ട മാത്രമായി മാറി. നോക്കൂ രാധേ, ഞാനിതാ മരിക്കാറായി കിടക്കുന്നു. അമൃത് എനിക്ക് തരൂ രാധേ, അമൃത് എനിക്ക് തരൂ. അമൃത് തന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൂ. എവിടെ നിന്റെ ചുണ്ടുകൾ? എവിടെ നിന്റെ ചുണ്ടുകൾ? എവിടെ നിന്റെ അധരം? ഞാൻ പാനം ചെയ്യട്ടെ. നിന്റെ അധരം ഞാൻ എൻ്റെ ചുണ്ടുകൾക്കുള്ളിലാക്കട്ടെ. എൻ്റെ രണ്ട് ചുണ്ടുകൾക്കുള്ളിൽ നിന്റെ അധരത്തെ ആക്കിയിട്ട് ഈ കൃഷ്ണൻ അതിലെ അമൃത് ഊറി ഊറി ഊറിയെടുക്കട്ടെ രാധേ. അനുവദിക്കൂ രാധേ, അനുവദിക്കൂ രാധേ. ശശിമുഖി മുഖരയ മണിരശനാഗുണ മനുഗുണ കണ്ട നിനാദം. ശശിമുഖി മുഖരയ മണിരശനാഗുണ അനുഗുണ കണ്ട നീനാദം. ശ്രുതി പുടയുകളെ പികരുതവികളെ ചമയ ചിരാദവസാദം. ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ. അനുഗതമനുഭജ രാധേ. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മുടെ നളിനി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ, ശശിമുഖി മുഖരയ മണിരശനാഗുണ മനുഗുണ കണ്ഠ നിനാദം. ശ്രുതി പുടയുകളെ പികരുത വികലെ ശമയ ചിരാദവസാദം. ക്ഷണമധുനാ നാരായണം അനുഗതമനുഭജ രാധേ. ശശിമുഖി അർത്ഥം സുന്ദരി, സുന്ദരി. മുഖരയ അർത്ഥം ശബ്ദമുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക, കോമ ശബ്ദിപ്പിച്ചാലും രണ്ടർത്ഥം. മണിരശനാഗുണം അർത്ഥം അരഞ്ഞാണം, മണിരശനാഗുണം അരഞ്ഞാണം. അനുഗുണം അനുസരിക്കും വിധം, അനുഗുണം അനുസരിക്കും വിധം.
കോമ പിന്തുടരുക, രണ്ടർത്ഥമുണ്ട് അതിന്. കണ്ഠം തൊണ്ട, കഴുത്ത് തൊണ്ട. നിനാദം ശബ്ദം, കോമ ബഹളം, രണ്ടർത്ഥമുണ്ട്. പിന്നെ ശ്രുതി, ശ്രുതി എന്ന് പറഞ്ഞാൽ ചെവി. ശ്രുതി പുട യുഗളെ, അർത്ഥം ചെവി രണ്ടിലും. ശ്രുതി പുട യുഗളെ, ചെവി രണ്ടിലും. പിക കുയില്. രുത കഠിന ശബ്ദം. വികലെ അർത്ഥം വേദനിപ്പിക്കുന്നു. ശമയ കുറച്ചാലും. അവസാദം കാതില മണിമുഴക്കം, കാതില മണിമുഴക്കം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അല്ലയോ ചന്ദ്രമുഖിയായ രാധേ, നിന്റെ രത്നം പതിപ്പിച്ച അരഞ്ഞാണത്തെ നിന്റെ അതിമനോഹരമായ കണ്ഠത്തിലെ നാദത്തിനൊപ്പം നീ ശബ്ദിപ്പിച്ചാലും കുയിലുകളുടെ ഗാനം മാത്രം കേട്ട് വേദന പൂണ്ടിരിക്കുന്ന എൻ്റെ രണ്ട് ചെവികളുടെയും മുഷിച്ചിൽ നീ എന്ത് ചെയ്താലും അവസാനിപ്പിച്ചാലും ഞാൻ വ്യക്തമാക്കി തരാം. കൃഷ്ണൻ, ഇത് ഒരുപാട് അർത്ഥമുള്ളതാണ്. കൃഷ്ണൻ രാധാറാണിയോട് പറയുകയാണ്, അല്ലയോ ചന്ദ്രമുഖി, അല്ലയോ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവളെ, നിന്നിൽ നിന്ന് സൗന്ദര്യത്തിൻ്റെ അമൃതിങ്ങനെ ഒഴുകുകയാണ് രാധേ. നോക്കൂ രാധേ, ഞാനേ പലപ്പോഴും ഏകനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും ഞാൻ ഏകനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഏകനായിട്ടിരിക്കുമ്പോൾ രാധയെ ഞാൻ നിന്നെ തന്നെ ഓർക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്നിൽ ആ വിരഹാഗ്നി, നിന്നെ വേർപെട്ടതിൻ്റെ വേദന അതിങ്ങനെ ഉയരും. അത് കൂട്ടുന്നതിന് വേണ്ടിയുണ്ടല്ലോ ആ കുയില് വന്നിരുന്ന് മനഃപൂർവ്വം പാടും. അതായത് കുയിലുകളുടെ പാട്ട് കാമുകിയെ വേർപിരിഞ്ഞിരിക്കുന്ന കാമുകനും കാമുകിയെ വേർപിരിഞ്ഞിരിക്കുന്ന കാമുകനും തിരിച്ചും കാമുകിയെ വേർപിരിഞ്ഞ കാമുകനും കാമുകനെ വേർപിരിഞ്ഞ കാമുകിക്കും തികച്ചും ദുഃഖകരമാണ്. നോക്കൂ, കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിന്നെ മാത്രം ചിന്തിച്ചിരിക്കുമ്പോൾ ഈ കുയില് വന്നിരുന്ന് മനഃപൂർവ്വം പാടും. ആ ഗാനം കേൾക്കുന്നതോടുകൂടി എൻ്റെ ഹൃദയം നിന്നെ ഓർത്ത്, നിന്നെ കാണാഞ്ഞ് വേദന കൊണ്ട് 1000 കഷണങ്ങളായി നുറുങ്ങിപ്പോവുകയായിരുന്നു രാധേ. എന്ത് വേദനയാ ഞാൻ സഹിച്ചതെന്നറിയാമോ? ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ പ്രാണനാഥ വന്നു കഴിഞ്ഞു. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. കൃഷ്ണൻ പറയുകയാണ്, രാധേ, ഇനി എൻ്റെ വേദന മാറ്റാൻ ഒറ്റ കാര്യത്തിന് കഴിയും. നിന്റെ അരഞ്ഞാണം കിലുങ്ങുന്ന ശബ്ദത്തിന് മാത്രമേ ഇനി എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു രാധയെ, നീ നിന്റെ അരഞ്ഞാണം കിലുക്കി എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണേ രാധേ. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഇഷ്ടം ഉപരിസുതമാണ്. ഉപരിസുതം എന്ന് പറഞ്ഞാൽ സ്ത്രീ മുകളിലും പുരുഷൻ താഴെയുമായി കിടക്കുന്ന രതിലീലയ്ക്കാണ് ഉപരിസിതം. ഇതാണ് കൃഷ്ണനേറെ പ്രിയങ്കരം. അതായത് രാധാജി മുകളിലും കൃഷ്ണൻ താഴെയുമായുള്ള രതിലീല. അപ്പൊ സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ മുകളിൽ രാധാജി വരുമ്പോൾ രാധാജിക്ക് തൻ്റെ അരക്കെട്ട് കുലുക്കേണ്ടി വരും. അരക്കെട്ടിലാണ് അരഞ്ഞാണമുള്ളത്. അരക്കെട്ട് കുലുക്കുമ്പോൾ അരഞ്ഞാണം കിലുങ്ങാൻ തുടങ്ങും. അങ്ങനെ രാധയെ, നീ ഈ കണ്ണൻ്റെ മുകളിലേക്ക് കയറൂ, നിന്റെ അരക്കെട്ടുകൾ ഇളക്കൂ, നിന്റെ മാറിടങ്ങൾ എൻ്റെ നെഞ്ചിലമർത്തൂ, എൻ്റെ വേദന അകറ്റൂ. നമുക്ക് രതിലീലയിലേക്ക് നീങ്ങാം രാധേ. വിശുദ്ധങ്ങളിൽ വിശുദ്ധമായ ആത്മരതിയിലേക്ക് കടക്കാം. നിന്റെ അരഞ്ഞാണത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ, നിന്റെ അരഞ്ഞാണത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ആ ശബ്ദം എന്നെ സ്വർഗീയ അനുഭൂതിയിലേക്ക് കൊണ്ടുപോകും. വരൂ രാധേ, വരൂ രാധേ, വിശുദ്ധങ്ങളിൽ വിശുദ്ധമായ ആത്മരതിക്കായി വരൂ രാധേ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ,
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.